മക്കളില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെണ്ണുങ്ങൾ, കടത്തിൽ കുടുങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് മാനസികത്തിനുള്ള ഗുളിക കൊടുക്കുന്ന സ്ത്രീകൾ. എന്താ പ്രശ്നം? പ്രശ്നം മക്കളില്ല, അല്ലെങ്കിൽ വീടില്ല, അല്ലെങ്കിൽ എന്തോ ചെറിയ പ്രയാസം, അതവരെ മനസ്സിൽ സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കാൻ കഴിയാത്ത പടച്ചോനെ എനിക്ക് മക്കളില്ലല്ലോ എന്ന് വേദനിച്ചിരിക്കുന്ന എത്ര പെണ്ണുങ്ങളാണ്, ആണുങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് ആൺമക്കളില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പെൺമക്കളില്ലല്ലോ എന്ന് ചിന്തിച്ച മക്കളില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, മാനസിക വിഭ്രാന്തി കാണിക്കുന്നവർ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഈ ദുന്യാവ് അങ്ങനെയാ. എപ്പോഴും നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായാൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ചിലർക്ക് ചില പരീക്ഷകൾ അള്ളാഹു കൊടുക്കും കേട്ടോ. അത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ സാരല്ല റബ്ബേ. നീ തന്ന പരീക്ഷണങ്ങൾ എന്റെ ആഖിറരക്ഷയ്ക്ക് വേണ്ടിയല്ലേ എന്റെ റബ്ബേ. നാളെ എനിക്ക് എന്തൊക്കെയോ ചില സന്തോഷം നീ തരാൻ വേണ്ടി വിധിച്ചതിന്റെ മുൻകോടിയായി നീ തന്ന പരീക്ഷണമല്ലേ എന്ന് ചിന്തിക്കാനും മനസ്സിന് സന്തോഷം കൊടുക്കാനും ഈ ഭൂമി ലോകത്ത് ഞാനും നിങ്ങളും സന്നദ്ധരാകേണ്ടതാണ്. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെൺകുട്ടികളുണ്ട്, എന്നാ റസൂലുള്ളാഹിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, അള്ളാന്റെ ഹബീബിന് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയും വലുതാകുന്നത് വരെ ജീവിച്ചിട്ടില്ല. കുട്ടിയായ സമയത്ത് തന്നെ ലോകത്തിന്റെ നേതാവിന്റെ എല്ലാ ആൺമക്കളെയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ഹബീബിന്റെ മുഴുവൻ മക്കളും മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ മുഴുവൻ ആൺകുട്ടികളും മരിച്ചുപോയി. റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന് റസൂലുള്ളാഹിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സംഭവിക്കും. മഹാനായ ഔദുല്ലാഹ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബാണ് പെണ്ണുങ്ങളെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖല്ലേ. മഹാനവർകൾക്ക് അല്ലാഹു 49 മക്കളെ കൊടുത്തിട്ടുണ്ട്. 49 മക്കളെ കൊടുത്തിട്ടുണ്ട് പടച്ച തമ്പുരാൻ. അതിൽ 27 ആൺമക്കളാണ്, 22 പെൺമക്കളാണ്. ഈ 27 ആൺമക്കളും 22 പെൺമക്കളെയും അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെറിയ മക്കളിൽ നിന്ന് 35 മക്കളും ചെറുപ്പത്തിലെ മരിച്ചുപോയി. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനായ ഗൗസുൽ ആലമിന്റെ 35 മക്കളെ അള്ളാഹു ചെറുപ്പത്തിലെ തിരിച്ചു വിളിക്കുകയാ.